നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിരുന്നു. എന്നാൽ ചില ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകാത്ത ഒരു അറിയിപ്പ് അത് കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി അത്തരത്തിലുള്ള വിതരണവും അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ചില മേഖലകളിൽ ലഭിക്കേണ്ടതുണ്ട്. ആ വിതരണമെല്ലാം തന്നെയാണ് ഈ ആഴ്ച നടക്കുന്നത്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്ക് മുൻപ് ഈ വിതരണമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ വിതരണം പരിപൂർണമായിട്ട് നിർത്തുന്ന സമയമാണ് ഓഗസ്റ്റ് മാസം 3. അതിനു മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ എല്ലാ തരത്തിലുള്ള വിതരണവും പൂർത്തിയാക്കും. അതുമാത്രമല്ല, കേന്ദ്രവിഹിതം ലഭിക്കാനുള്ളവർക്ക് കേന്ദ്രവിഹിതവും ഈ ആഴ്ച മുതൽ അക്കൗണ്ടിലേക്ക് എത്തും. 200 രൂപ മുതൽ 500 രൂപ വരെ ഇപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം നടന്നപ്പോൾ കുറഞ്ഞു വന്നവരുണ്ട്. അവർക്കാണ് ആ തുക കേന്ദ്രവിഹിതമായിട്ട് അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നത്. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ളവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് SBI ഫൗണ്ടേഷൻ നൽകുന്ന ആശാ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ ഡിഗ്രി PG കോഴ്സുകൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ, IITകളും IIMകളിലും പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പുണ്ട്. ഇതുകൂടാതെ MBBS കോഴ്സുകൾക്ക്, ഇതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നവർക്ക്, ഇങ്ങനെ വിവിധ മേഖലകളിലാണ് SBI ഫൗണ്ടേഷൻ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ നൽകുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക. താല്പര്യമുള്ളവരെല്ലാം തന്നെ ashaScholarship.co.in എന്ന വെബ്സൈറ്റ് വഴി മറ്റ് വിശദ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം അപേക്ഷകൾ വയ്ക്കുന്ന അർഹതയുള്ള 100-ൽ പരം ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നമുക്ക് കർഷകന് സഹായകരമാകും വിധം പ്രവർത്തിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, അത് വിവിധ തരത്തിലുള്ള മോട്ടോറുകളാകാം, മറ്റ് യന്ത്രങ്ങളാകാം, ഇതെല്ലാം തന്നെ സബ്സിഡി നിരക്കിൽ കാർഷിക സഹകരണ സംഘങ്ങൾ വഴിയൊക്കെ ആണെങ്കിൽ 80% വരെയൊക്കെ സബ്സിഡിക്ക് അർഹതയുണ്ട്. എന്നാൽ വ്യക്തിഗത ആനുകൂല്യമായിട്ട് 40 മുതൽ 50% വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്നതുമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളവർ കർഷകൻ്റെ ഫോട്ടോ, കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പല ഡോക്യുമെൻ്റാണ് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപേക്ഷയെ സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും സൗജന്യ അപേക്ഷയും വെക്കാൻ സാധിക്കുന്നതായിരിക്കും. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് പെൻഷൻ ഗുണഭോക്താക്കളുടെ നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയമുണ്ട്. ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചെയ്യാം. കിടപ്പ് രോഗികളും മറ്റ് അസ്വസ്ഥതകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലേക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും പ്രതിനിധി എത്തിച്ചെയ്യുന്ന മറ്റൊരു സംവിധാനവുമുണ്ട്. ഹോം മസ്റ്ററിംഗ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഗുണഭോക്താക്കളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ, ഇതെല്ലാം തന്നെ അക്ഷയ കേന്ദ്രത്തിലും വാർഡ് മെമ്പറുടെ അല്ലെങ്കിൽ കൗൺസിലറുടെ പക്കൽ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഹോം മസ്റ്ററിങ്ങിൻ്റെ സമയത്ത് അവർ വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്തുകൊള്ളും. മസ്റ്ററിങ് ഫീസ് എന്ന് പറയുന്നത് നേരിട്ടെത്തി ചെയ്യുന്നതിന് 30 രൂപയും ഹോം മസ്റ്ററിങ്ങിന് 50 രൂപയോളമായിരിക്കും നിരക്ക് ഈടാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.